we know that a person is justified not by the works of law, but through faith in Jesus Christ. Galatians chapter 2, verse 16. We begin with the sign of the cross, of the Father, and of the Son, and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആദ്യം മുതൽ എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയലിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നമ്മുടെ തലകളെ വണക്കി ഒരു മിനിറ്റ് ധ്യാനിക്കാം. യേശു എന്ന ഏകനായ ദൈവമേ, മനുഷ്യരായി ഞങ്ങൾക്ക് വേണ്ടി അവതരിക്കപ്പെടുകയും ഞങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നിന്നിലത്രേ ഞങ്ങളുടെ വിശ്വാസം. നാഥ, ഈ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം 9:30 മണിക്ക് നിന്റെ തിരുസന്നിധിയില് വിശുദ്ധ മറിയം വീടിന്റെ കീഴില് ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാ യോഗത്തിന്റെ എല്ലാം നീയാകുന്നു നേറ്റു പറഞ്ഞുകൊണ്ട്, യേശുവേ, നിന്റെ സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, സഹായിക്കുന്നവര്, ബന്ധപ്പെടുന്നവര്, പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ടവര്, ദൈവം തമ്പുരാനെ കേൾക്കുന്നവര്, ഇതിൽ സംബന്ധിക്കുന്നവരെല്ലാം നിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസമാധാനത്താൽ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. സങ്കീർത്തനം 121. ബാർക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ പരിഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. ഒന്നിനെ കുറിച്ച് ഇനിയും എനിക്കാകുല ചിന്തയില്ല.
ജീവമന്നാതന്നവൻ എന്നെ ശ്രേഷ്ഠനായി പാലിക്കുന്നു. ജീവമന്നാതന്നവൻ എന്നെ ശ്രേഷ്ഠനായി പാലിക്കുന്നു. ലോകത്തിൽ ആശ്രയമേ അതു വേണ്ട നിശ്ചയമായി. ദൈവത്തിനാശ്രയമേ അതൊന്നാണ് എനിക്കഭയം. ദൈവത്തിനാശ്രയമേ അതൊന്നാണ് എനിക്കഭയം. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമൊന്നും കൂടെയുള്ളതാൽ. Psalm 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലോ നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ, നീ എന്റെ സങ്കേതമാവുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കിയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. Gracious God, we pray for the work and service of the Vishuddha Mariam Reader, for elderly and sick people, and for those carers, workers and volunteers who look after the residents and the charity organization. And thank you to the many people who supported the charity financially and provided other supportive services to help the Mariam Reader. We pray for all the residents and those who find their lives painful, lonely or uncertain, especially those who are ill or vulnerable. Help them to sense your comfort in times of need and bless their families and carers. We pray for all those who are struggling in their lives. Bring them hope of an end to their sufferings and a resolution of their difficulties. Show us the best way to help those who suffer, without being intrusive, but without simply turning away from their pain either. Help us all to spread the warmth of your love to everyone we meet, and help us to welcome all who come to the charity organization, no matter what their background, outlook on life, or outward appearance. We submit our palliative care home and associated chapel in our prayers for easy and fast success. May God bless all of us. Amen. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമായ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. In Matthew chapter 16 verses 5 to 12. When the disciples crossed over to the other side of the lake, they forgot to take any bread. Jesus said to them, "Take care, be on your guard against the yeast of the Pharisees and the Sadducees." They started discussing among themselves. He says this because we did not bring any bread. Jesus knew what they were saying, so he asked them, "Why are you discussing among yourselves about not having any bread? How little faith you have. Don't you understand it? Don't you remember when I broke the 5 loaves for the 5,000 men? How many baskets did you fill? And what about the 7 loaves for the 4,000 men? How many baskets did you fill? How is that you don't understand that I was talking to you about bread? Guard yourselves from the yeast of the Pharisees and Sadducees." Then the disciples understood that he was not warning them to guard themselves from the yeast used in bread, but from the teaching of the Pharisees and Sadducees. This is the word of the God. Thanks be to God.
യേശുവെ, നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനാ യോഗത്തില് നിന്റെ വചന ശുശ്രൂഷയ്ക്കായി ഇരിക്കുന്നു. നിന്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിന്റെ ജീവന്റെ വചനം ഞങ്ങൾ കേൾക്കുകയും അപ്രകാരം നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം സെന്റ് മാത്യു ചാപ്റ്റർ 16 verses 5 to 12 6-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. Be careful, Jesus said. Be on your guard against the yeast of Pharisees and Sadducees. സാദുക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് യേശു പഠിപ്പിച്ചത്. ഇവിടെ ഇന്ന് ഈ പ്രാർത്ഥന യോഗം പൂർത്തീകരിക്കുമ്പോൾ യേശുവെ, ആരെങ്കിലും അനേക പാപങ്ങളോ അതിൻ്റെ ഭണ്ഡാരമോ അതിൻ്റെ ദുഃഖങ്ങളോ വേദനകളോ സങ്കടനങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ തിരുസന്നിധിയിൽ നീ ദൈവമായിട്ട് നിന്നെ അംഗീകരിച്ചുകൊണ്ട് പാപവിമോചകനായ യേശുവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ നിർമ്മലീകരിച്ച് ഞങ്ങളുടെ ഭാരങ്ങള് പാപമാകാം, ജീവിതത്തിന്റെ അല്ലാത്ത ഭാരങ്ങളാകാം, ലോക ദുഃഖങ്ങളാകാം, മക്കളെ പറ്റിയുള്ള വേദനകളാകാം, ഭാവിയെ പറ്റിയുള്ള ചിന്തകളാകാം, എല്ലാ ഭാരങ്ങളും നിന്റെ ചുമലിൽ ഇറക്കി വെച്ചവരായി സമാധാനപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ യേശു പഠിപ്പിച്ചത് യഹൂദന്മാരോടും ഫാരിസിമാരോടും സാദുക്യരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവരുടെ പഠിപ്പിക്കലുകളെ സൂക്ഷിക്കണമെന്നാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. വാട്ട് ഈസ് ദ ഈസ്റ്റ് ഓഫ് ഫാരിസീസ് ആൻഡ് സദൂക്കസ്? യേശു പഠിപ്പിച്ചത് നിങ്ങൾ അവരുടെ പുളിപ്പിനെയല്ല, പിന്നെ അവരുടെ പഠിപ്പിക്കിനെയാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പ്രമാണികളായ ഫാരിസന്മാരും സാദുക്യരെല്ലാം യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല. 2, അവൻ പാപവിമോചകനല്ല, അവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ് അവർ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് അവരെയെല്ലാം കറപ്റ്റഡ് ആക്കി തീർന്നത്. ഈസ്റ്റ് എങ്ങനെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുവാൻ പുളിപ്പ് ഉപയോഗിച്ച് അത് പൊങ്ങി നമ്മൾ ഉണ്ടാക്കുന്ന പ്രകാരം ഈ നല്ലതായ മനുഷ്യ ജീവിതത്തില് ഈ കറപ്റ്റഡ് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. യഥാർത്ഥമായി യേശു ലോകരക്ഷകനും ദൈവവുമാണെന്നും പാപവിമോചകനാണെന്നും അവന്റെ ജീവിതത്തിൽ വചനം കൊണ്ടും തന്റെ പ്രവർത്തനം കൊണ്ടും കാണിച്ചു കൊടുത്തു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ആദ്യം പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കൊണ്ടുനിന്നപ്പോൾ, മകളെ, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് പാപമില്ലാത്തവൾ അവളെ കല്ലെറിയത്രേ എന്ന് പറഞ്ഞാണ്ടേ അവളെ രക്ഷിച്ചത്. ഇത് കേട്ടുകൊണ്ട് യഹൂദന്മാർ ഫരീസന്മാരും സാദുക്യരും പറയുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ്. അതൊരു ജനതയല്ല, യഹൂദ ജനതയെ മുഴുവൻ പഠിപ്പിച്ച് അവസാനം ചതച്ച് കണ്ണുകൾ കെട്ടി മുഖത്ത് തുപ്പി ചാട്ടവാർ കൊണ്ടടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് താങ്ങാൻ പറ്റുള്ള കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്തായുടെ മുകളിൽ കൊണ്ട് തല്ലിച്ചതച്ച് ക്രൂശിക്കപ്പെട്ട രീതിയിലേക്കൊരു സമൂഹത്തെ മുഴുവൻ മാറ്റുവാൻ ഈ ചെറിയ പുളിപ്പ് തെറ്റായ അവരുടെ ഉപദേശം യേശു പാപിയാണെന്നും ദൈവദൂഷണം പറയുന്നു എന്നും ദൈവമല്ല എന്നും പറഞ്ഞ് പഠിപ്പിച്ചു. ഇത് നമ്മുടെ ജീവിതത്തില്, ദേവാലയങ്ങളില്, കുടുംബങ്ങളില്, നമ്മുടെ പ്രവർത്തന മേഖലകളില്, ഏതു മേഖലകളിൽ ആരെങ്കിലും ഈ സത്യത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ഈസ്റ്റ് പോലെ പുളിപ്പ് പോലെ അനേകരെ അതിലാക്കി തീർത്ത് എല്ലാം നന്മകളും നശിപ്പിക്കുമെന്ന് മറക്കരുത്. അതിങ്ങനെയെങ്കിൽ അതിന്റെ തിക്തഫലങ്ങള് ദുഃഖങ്ങളും ഒരിക്കലും ഒടുങ്ങാത്ത നരകവുമാണെന്ന്
ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യൂദസിന്റെ അനുഭവം അതാണ് പഠിപ്പിച്ചത്. യൂദസ് പാവമില്ലാത്തവനെ ഒറ്റിക്കൊടുത്തപ്പോൾ ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ് ദൈവവചനം എന്നോർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 5 വരെ ഒന്ന് വായിക്കേണ്ടിയിരിക്കുകയാണ്. മാത്രമല്ല ദൈവവചനം വീണ്ടും മത്തായിയുടെ 27 1 മുതൽ 5 വരെ വ്യക്തമായിട്ട് വായിച്ചാൽ അവൻ പാവമില്ലാത്ത അവന്റെ നാഥനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ അനുതപിച്ചു എന്നാണ്. അനുതാപത്തിന്റെ പ്രത്യാഘാതം ഇതായിരുന്നു. യഹൂദന്മാർ പ്രമാണികളെയും മഹാപുരോഹിതന്മാരുടെയും മുന്നിൽ ചെന്ന് ഞാൻ കുറ്റമില്ലാത്തവനെ ഒറ്റിക്കൊടുത്തു, ഞാൻ പാപം ചെയ്തു എന്ന് അവ പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് ഞങ്ങൾക്കെന്ത്? ഫോർ us what it is, you take your care of you, നീ നിന്റെ കാര്യം നോക്കൂ എന്നാണ്. ഈ ലോകത്തിന്റെ കറപ്റ്റഡ് ഉപദേശങ്ങൾ കേട്ടാൽ അതിന്റെ പ്രത്യാഘാതം അന്ത്യം ഇങ്ങനെയാണ്. അവൻ പോയി കെട്ടി ഞാണ് മരിച്ചു എന്നാണ് പറയുന്നത്. അച്ഛൻ വചനം നിർത്തുന്നു. ദൈവവചനത്തിലേക്ക് നിങ്ങൾ മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളോ നമ്മളോട് ക്ഷമിച്ച് സകല അനീതികളിൽ നിന്നും നമ്മെ പിടിപ്പാക്കുവാൻ തക്കവണ്ണം യേശു വിശ്വസ്തനും നീതിമാനുമാണ്. If we confess our sins, he is faithful and righteous to forgive our sins and to cleanse us from all unrighteousness. കൺക്ലൂഷൻ ഇങ്ങനെ പറയുന്നു. 1 Timothy 1:15 യേശു മിശിഹ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ള വചനം വിശ്വാസയോഗ്യവും അംഗീകാരയോഗ്യവുമാണ്. അതെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് സെന്റ് പോൾ പറയുകയാണ്. Faithful is the saying and worthy of all acceptation that Christ Jesus Christ came to the world to save the sinners, of whom I am the chief എന്ന് പറയുകയാണ്. അച്ഛൻ നിർത്തുന്നു. ദൈവമക്കളെ മറക്കരുതെന്ന് ഓർപ്പിക്കുകയാണ്. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നതുകൊണ്ട് ദൈവമായതുകൊണ്ട് അവനെ അംഗീകരിച്ച് അവന്റെ തിരുസന്നിധിയിലെ സകല ഭാരങ്ങളും ഇറക്കി വെക്കാൻ നമ്മൾ മറക്കരുത്. അങ്ങനെയെങ്കിൽ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സ്വസ്ഥതയിൽ കൊണ്ടുവരുവാൻ യേശുവിന് മാത്രം കഴിയുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. 1 മിനിറ്റ് തലകൾ വണക്കി ധ്യാനിക്കാം. യേശു എന്ന ഏകനായ ദൈവം തമ്പുരാന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ക്രൂശിന്മേൽ തൂക്കപ്പെട്ട നിന്റെ മുഖത്ത് ഞങ്ങളുടെ മുഖം, നിന്റെ പാവം എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും കടുംചുവപ്പായിരുന്നാലും അത് തൂമഞ്ഞു പോലെ വെളുപ്പിക്കാമെന്നും പറഞ്ഞ യേശുവേ, നിന്റെ തിരുസന്നയില് അടിയങ്ങളുടെ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും എണ്ണിയാൽ ഒടുങ്ങാൻ പാടില്ലാത്തതായ അനേക ദുഃഖങ്ങളും ഇറക്കി വയ്ക്കുന്നു. ആശ്വാസനാഥകനായ നിന്റെ ശബ്ദം മറ്റുള്ളക്കാരി മറിയോട് വിചാരത്തിൽപ്പെട്ട മകളോട് നീ പറയുന്നു, മകളെ, നിന്റെ പാപം മോചിച്ചു, ഇനി മേലാൽ നീ പാപം ചെയ്യരുതെന്ന്. പാവമില്ലാത്തവർ നിന്നെ കല്ലെറിയട്ടെ എന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അനേകരെ കല്ലെറിഞ്ഞുവെങ്കില് ഇന്ന് ഈ പ്രാർത്ഥനാ മീറ്റിങ്ങില് നീ എന്ന രക്ഷകൻ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുന്നതായി ഞങ്ങൾ കാണും. സകല പാവവും പോക്കി സകല അനീതികളിൽ നമ്മളെ രക്ഷിക്കുവാൻ നീ വിശ്വസ്തനും നീതിമാനുമാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞ സഹവാസവും സംബന്ധവുമെല്ലാം യേശു എന്ന ഏകനായ ദൈവമേ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിലും നിന്റെ സുവിശേഷ മേഖലകളിലും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.